ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതം വിശാലമായ ഒരു ബന്ധത്തിലാണ് ആയിരിക്കുക. വിജയസഭയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സഹനസഭ, ശുദ്ധീകരണ സ്ഥലത്ത് സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹനസഭ, അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമരസഭ. ഈ മൂന്ന് സഭകൾ തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. ഈ നവംബർ മാസത്തിൽ സഹനസഭയിലായിരിക്കുന്ന, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭാമാതാവ് നമ്മെ പ്രത്യേകമാവിധം ആഹ്വാനിക്കുകയാണ്. കാരണം അവർ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ദൈവികമായ കരുണയുടെയും നീതിയുടെയും ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. സ്വർഗം എന്നുള്ളത് നമുക്കറിയാം, പരമപരിശുദ്ധിയുടെ പരിശുദ്ധർ മാത്രം വസിക്കുന്ന ദൈവത്തിൻ്റെ ഭവനം, പിതാവായ ദൈവത്തിൻ്റെ ഭവനമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത്രമാത്രം പരിശുദ്ധി വേണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. മ്ലേച്ഛത, അശുദ്ധി, കൗടില്യം ഇതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് അശുദ്ധമായതൊന്നും പ്രവേശിക്കത്തില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ മനുഷ്യമക്കൾ ജന്മപാപം മുതൽ പിന്നീട് അങ്ങോട്ട് കർമ്മപാപത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും അശുദ്ധിയും മാലിന്യവുമുള്ളവരാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് വിശുദ്ധീകരണം. നമ്മൾ ഈ 10 ദിവസങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെ വിശാലമായ ലോകത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മെ തന്നെയും ശുദ്ധീകരണാത്മാക്കളെയും വിശുദ്ധീകരിച്ച് സ്വർഗത്തിന് അർഹരാക്കുന്ന, പ്രാപ്തരാക്കുന്ന വലിയ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന മക്കൾ, സഹനത്തിലായിരിക്കുന്ന മക്കൾ ചെയ്യുന്നത് അവരുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ അവരായിരിക്കുകയാണ്. നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് തന്നെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ, അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അതായത് ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കപ്പെടുമ്പോൾ നമ്മൾ അത്രമാത്രം വിശുദ്ധരായിരിക്കണം, വെണ്മയുള്ളവരായിരിക്കണം. ഈ വെണ്മ കൈവരിക്കാൻ വേണ്ടി ഇതാ മരിച്ചുപോയി, വിശ്വാസികളായിട്ടുള്ള അവസ്ഥയിൽ മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് ദൈവം അവരെ ഈ വെണ്മയിലേക്ക്, ഈ പരിശുദ്ധിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിനു വേണ്ടി പ്രാപ്തരാക്കുകയാണ്, യോഗ്യരാക്കുകയാണ്. നമുക്കറിയാം, മാരക പാപത്തെ നമ്മൾ അനുതാപത്തോടുകൂടി ഏറ്റുപറയുമ്പോൾ നമുക്ക് നിത്യശിക്ഷ ഒഴിവായി കിട്ടും. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കാലിക ശിക്ഷയുണ്ട്. അതായത് ഏതൊരു പാപത്തിനും അതിൻ്റെതായ ഒരു കാലിക ശിക്ഷയുണ്ട്. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റുപറയാതെ പോയ ലഘുപാപങ്ങൾ, ഈ ലഘുപാപങ്ങൾ പരിഹരിക്കപ്പെടണം. അത് എന്തിലൂടെയാണ്? സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ അതിന് പരിഹാരം ചെയ്യണം. ആ പരിഹാരം ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയിൽ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് പൂർത്തീകരിക്കണം. ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെയും നീതിയുടെയും ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അതായത് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. എന്നാൽ
തനത് വിധിയിലൂടെ നിത്യനരകത്തിലേക്ക് പോകാനുള്ള ഒരു അശുദ്ധിയും അവരിലില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ കരുണയാൽ ഈ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരുടെ ലഘുപാപങ്ങളുടെ പാപക്കറയും അതോടൊപ്പം തന്നെ മാരക പാപത്തിൽ ഏറ്റുപറഞ്ഞു, അനുതപിച്ചു, പശ്ചാത്തപിച്ചു. എങ്കിലും അതിൻ്റെതായ ചില അശുദ്ധിയും മാലിന്യങ്ങളും കർത്താവ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിച്ച് ഈ പ്രിയപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണം.